ഓസ്കാർ 2024 96ാമത്തെ അക്കാഡമി അവാർഡായിരുന്നു ഈ വർഷം നടന്നത്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു അക്കാഡമി അവാർഡായിരുന്നു ഈ വർഷത്ത്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളിലും ഈ വർഷം കുറേ അധികം നമ്മൾ പ്രതീക്ഷിച്ച അവാർഡുകളുണ്ട്. ഇന്ന അവാർഡ് ഇന്ന ആൾക്ക് കിട്ടണം. ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പിക്ചർ, അങ്ങനെ കുറേ ബെസ്റ്റ് ആക്ട്രസ്. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ഈ ആൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇത്തരം ദിവസം. ഫൈനലി ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. ഹാപ്പിയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾക്ക് അവാർഡ് കിട്ടുമ്പം, കാരണം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഡയറക്ടറിനും അല്ലെങ്കിൽ ആക്ടറിനും ഒക്കെ ഒരു അവാർഡ് കിട്ടുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ പറയാം. ആദ്യം ഇൻഡിവിജ്വലി ഉള്ള അവാർഡുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സിനിമകൾക്ക് കിട്ടിയ അവാർഡ്, ഒന്നിൽ കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമകളുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് പിന്നെ ആ സിനിമയ്ക്ക് ഇത്ര അവാർഡ് കിട്ടിയതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോകാം. അപ്പം ആദ്യത്തെ അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനാണ്. ദ ഹോൾഡോവേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനുള്ള അവാർഡ് കിട്ടുള്ളത്. ഡെവിൻ ജോയ് റാൻഡ്ലഫ് എന്ന് പറയുന്ന ആക്ട്രസിനാണ് ഒരു അവാർഡ് കിട്ടുന്നത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്നുള്ള അവാർഡ് കിട്ടിയത്. രണ്ടാമത് ദ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ, ദ ബോയ് ആൻഡ് ദ ഹിറോൺ എന്ന് പറയുന്ന ആ ഒരു ആനിമേറ്റഡ് സിനിമയ്ക്കാണ്. അതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വന്ന സിനിമകളൊക്കെ ഭയങ്കര, അതായത് സ്പൈഡർമാൻ, ആ ഒരു സ്പൈഡർ വേഴ്സ് ഒക്കെയാണ് വന്നത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. അടുത്തത് ദ ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ദ അനാട്ടമി ഓഫ് ആൾ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആ ഒരു ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടിയത്. അടുത്തത് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, അത് ദ അമേരിക്കൻ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫിലിം, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അടുത്തത് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ആണ്. ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടുമെന്ന് ഞാൻ അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നുമില്ല. ആക്ച്വലി ഈ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ഒറിജിനൽ പ്രിൻറ്റ് ഇതുവരെ റിലീസായിട്ടില്ല. ഗോഡ്സില്ല -1 എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു സിനിമ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം തിയേറ്റർ റിലീസിൽ ഇവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു നല്ല പ്രിൻ്റ് ഇറങ്ങിയിട്ട് വേണം അത് കാണാൻ. അടുത്തത് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള അവാർഡാണ്. 20 Days in Mariupol എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമിനാണ് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ബെസ്റ്റ് സോങ്, ബാർബിയിലെ വാട്ട് ഐ വാസ് മെയ്ഡ് ഫോർ എന്ന് പറയുന്ന ആ ഒരു സോങ്ങിനാണ് ദ ബെസ്റ്റ് സോങ്ങിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ബാർബിക്ക് ആകെ ഒരൊറ്റ അവാർഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാർബിക്ക് ഞാൻ പക്ഷേ കുറച്ചും കൂടെ അവാർഡുകൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഒരൊറ്റ അവാർഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അടുത്തത് ബെസ്റ്റ് സൗണ്ട്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് ബെസ്റ്റ് സൗണ്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനിയുള്ളതെല്ലാം ഒന്നിൽ കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വട്ടത്തെ മെയിൻ കാറ്റഗറി അവാർഡുകൾ കിട്ടിയിട്ടുള്ള 2 സിനിമകളാണ്. അതിലൊന്ന് ഒപ്പൻഹൈമർ, ഒന്ന് പുവർ തിങ്സ്. ഇതിൽ ഒപ്പൻഹൈമറിന് 7 അവാർഡുകളും പുവർ തിങ്സിന് 4 അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ് അവാർഡുകൾ നമുക്ക് നോക്കാം. പുവർ തിങ്സിലെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് എമ്മ സ്റ്റോണാണ് വന്നിട്ടുള്ളത്. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുള്ള ആ ഒരു സിനിമ പുവർ തിങ്സ് ആണ്. ഇത് കൂടാതെ 3 അവാർഡുകൾ കൂടി പുവർ തിങ്സിന് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് മേക്കപ്പ്, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ. ഈ 4 അവാർഡുകളാണ് പുവർ തിങ്സിന് കിട്ടിയിട്ടുള്ളത്. അടുത്തതാണ് ഈ വർഷത്തെ മെയിൻ ഇവൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയ സിനിമ ഒപ്പൻഹൈമറാണ്. ഒപ്പൻഹൈമറിന് കിട്ടിയ അവാർഡുകൾ ബെസ്റ്റ് ആക്ടർ കിലിയൻ മർഫി, ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, വൺ ആൻഡ് ഒൺലി ക്രിസ്റ്റഫർ നോളൻ. ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ക്രിസ്റ്റഫർ നോളന് ഒരു അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഓസ്കാർ കിട്ടുക എന്നുള്ളത് ഒന്നിൽ കൂടുതൽ, എനിക്കൊന്നു 6 or 7 ടൈംസ് നോമിനേഷനിൽ വന്നിട്ട് അവാർഡ് കിട്ടാതെ പോയൊരു ഡയറക്ടറാണ്. ഫൈനലി ആ ഒരു അവാർഡ് വിന്നിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. അതുകൂടാതെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗണി ജൂനിയർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് സ്കോർ, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് സ്കോർ, അതേപോലെ തന്നെ ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി. ഇത്രയും അവാർഡുകളാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമ ഒപ്പൻഹൈമർ. ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്തൊരു സിനിമയാണ്. കാരണം അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനു കിട്ടാനാണ്. അതിൽ ഏറ്റവും ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലിയൻ മർഫിയും ക്രിസ്റ്റഫർ നോളനും റോബർട്ട് ഡൗണി ജൂനിയറിനും അവാർഡ് കിട്ടിയതാണ്. പുവർ തിങ്സിലെ അഭിനയത്തിന് ആ ഒരു എമ്മ സ്റ്റോണിന് ബെല്ല ബാക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഓസ്കാർ കിട്ടുമെന്ന് ഞാൻ ആ ഒരു സിനിമ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വൺ ഓഫ് എ കൈൻഡ് ക്യാരക്ടറാണത്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക് എലമെൻസ് ഉള്ള ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് എമ്മ സ്റ്റോൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ആ ഒരു 96th അക്കാഡമി അവാർഡ് അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള സിനിമകൾക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിനും അവാർഡ് കിട്ടിയെന്നൊരു ഫീലാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്.